കരിമ്പില്ലാതെ നമുക്കൊരു കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ? ശരീരത്തിന് വളരെ ഉന്മേഷം നൽകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. നിങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? കരിമ്പിൻ ജ്യൂസ് കുടിച്ചാൽ അറിയാം, അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കരിമ്പില്ലാതെയാണ് നമ്മൾ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. കണ്ടോ, വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് ശരീരത്തിന് ഒരു ഉന്മേഷമില്ലാത്ത സമയത്ത് നമുക്ക് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കരിമ്പിൻ ജ്യൂസ് തന്നെ പറയാം. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കി കുടിക്കുവാനായിട്ട്. ഇത് നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി മുതിർന്നവർക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇതിപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി പേടിക്കാതെ ഇത് കുടിക്കാൻ പറ്റും. പഞ്ചസാരയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അത് നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നമ്മൾക്കിതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലികളൊക്കെ ഇങ്ങനെ ചീകി കളയാം. ശരിക്കും മൂക്കാത്ത ഇച്ചിരി കിളുന്ന ആയിട്ടുള്ള ഇഞ്ചിയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അതാകുമ്പോൾ നമ്മൾ അത് അരയ്ക്കുമ്പോൾ അതിനകത്ത് ആ നാരുകളൊന്നും ഉണ്ടാകത്തില്ല. ഒത്തിരി മൂക്കാത്ത ചെറിയ ഒരു ഇഞ്ചിയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അതിനായിട്ട് ഞാൻ ഒത്തിരി മൂക്കാത്ത ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ്. മണ്ണിൽ വളരുന്നതായതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുവാനായിട്ട്. ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് വേണ്ടത്. 2 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമുക്കതിലേക്ക് ആദ്യം നമ്മൾക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. വലുതായിട്ട് അരിഞ്ഞാൽ അത് അരയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി മൂക്കാത്ത ഇഞ്ചിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിനൊക്കെ ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒത്തിരി മൂക്കാത്ത ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് നല്ലത്. നമുക്ക് അരിഞ്ഞ് കിട്ടാനായിട്ട് അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാൻ 2ആയിട്ട് മുറിച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ ആ 2 പീസും ഇതുപോലെ പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ പിഴിയായിരിക്കും നല്ലതല്ല. നമ്മൾ കൈകൊണ്ട് ഞെരടി പിഴിയാണെങ്കിൽ അത്ര നീര് കിട്ടത്തില്ല. ഇങ്ങനെ പിഴിയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ നീര് കുരുവും തൊണ്ടും ഒക്കെ വേർതിരിച്ച് നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ്, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് ജ്യൂസാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ നാരങ്ങ നീരും അതുപോലെ തന്നെ ഇഞ്ചിയും ഉള്ള ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ 2 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പാനിയാക്കി വെച്ചിരിക്കുകയാണ്. ശർക്കര ഉരുക്കി പാനിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്.
അതാണ് നമ്മൾക്ക് ആവശ്യം. അതിനായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ശർക്കര ഉരുക്കിയ പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. മധുരത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിന് നോർമൽ മധുരം കിട്ടും. ഇത്രയും മതി. 2 ഗ്ലാസ്സിന് ഒരു 1.25 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയും മതി. ഇനി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഗ്ലാസ്സിലേക്ക് നമ്മളുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്. കരിമ്പീൻ ജ്യൂസ് കുടിച്ചവർക്കൊക്കെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. അതേ ടേസ്റ്റ് തന്നെ നമ്മൾക്ക് കിട്ടും. ഞാൻ കരിമ്പീൻ ജ്യൂസ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുടിച്ചപ്പോഴും ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഉണ്ടായത്. കരിമ്പീൻ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ. നമ്മൾക്ക് നല്ല ഒരു എനർജിയും ഉന്മേഷവും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ കിട്ടുന്ന നമ്മളുടെ കരിമ്പീൻ ജ്യൂസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഇനി ശർക്കര ആണ് ഇരിക്കുന്നതെങ്കിൽ അത് ശർക്കരയായിട്ട് ഇട്ടാലും മതി. ശർക്കര ഉരുക്കി ഇതുപോലെയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ മാറ്റി നമ്മൾക്ക് ഉരുക്കുമ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ ശർക്കര ചീവി ഇടുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇതുപോലെ ഉരുക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.